എമ്പുരാനിൽ രാഷ്ട്രീയ വിവാദം ആളിക്കത്തുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോരുമായി ഇടത് സംഘപരിവാർ അണികൾ. നേതാക്കളെ അപമാനിക്കുന്നുവെന്ന് സംഘപരിവാർ അണികൾ. സംസ്ഥാന ബി.ജെ.പി. നേതൃനിരയും മുഖം മാറ്റുമോ? രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ആദ്യ കോർ കമ്മിറ്റി യോഗമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വിലയിരുത്തും. പി.കെ. ശ്രീമതിയോടുള്ള ഖേദപ്രകടനം ഔദാര്യമെന്ന് ബി. ഗോപാലകൃഷ്ണൻ. ഖേദം പ്രകടിപ്പിച്ചത് ശ്രീമതി കരഞ്ഞപ്പോൾ. സ്ത്രീയുടെ കണ്ണീരിന് തന്റെ രാഷ്ട്രീയത്തെക്കാൾ വില. ഖേദപ്രകടനത്തെ പൊലിപ്പിക്കുന്നവർക്ക് വിവരക്കേടെന്നും ഗോപാലകൃഷ്ണൻ. മാസപ്പടി കേസിൽ നിർണായക വിധി ഇന്ന്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട റിവിഷൻ ഹർജി ഹൈക്കോടതിയിൽ. കോടതിക്ക് മുന്നിലെത്തുന്നത് വിജിലൻസ് കോടതിയും സിംഗിൾ ബെഞ്ചും തള്ളിയ ആവശ്യം. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ കുറ്റപത്രമായി. പ്രധാന തെളിവായി മൊബൈൽ ഫോൺ. ജൂനിയർ വിദ്യാർത്ഥികൾ ഇരയായത് ക്രൂര റാഗിംഗിനെന്ന് കണ്ടെത്തൽ. കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരിവേട്ട. ഒമാനിൽ നിന്നെത്തിച്ച 140 ഗ്രാം MDMA പിടികൂടി. 3 പേർ അറസ്റ്റിൽ. MDMA കരിപ്പൂർ വഴി വിമാനമാർഗം കൊണ്ടുവന്നെന്ന് പോലീസ്. ജമ്മു കാശ്മീരിലെ കഠ്വയിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. 3 പോലീസുകാർക്ക് വീരമൃത്യു. രജൌരിയിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി. ഇന്ന് റമദാനിലെ അവസാന വെള്ളിയാഴ്ച. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നമസ്കാരങ്ങളും. പെരുന്നാളിനൊരുങ്ങി വിശ്വാസികൾ.